ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. ഒരുപാട് ആളുകൾ എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ 5 വർഷം റിലേഷൻഷിപ്പായി ബ്രേക്കപ്പായി പോയി, 10 വർഷം റിലേഷൻഷിപ്പാണ് ബ്രേക്കപ്പായി പോയി, ഇത്ര നാളെ വരെ നമ്മൾ സീരിയസ് ആയിട്ടല്ലേ സ്നേഹിച്ചത്? നമുക്കെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ഒരാൾ നമ്മൾ വളരെ സീരിയസ് ആയിട്ടാണോ സത്യസന്ധമായിട്ടാണോ സ്നേഹിക്കുന്നതെന്ന്? എങ്ങനെ ബ്രേക്കപ്പ് ആകാതെ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടു നടക്കാം? അവരെ കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റുമോ? ഇതിനെല്ലാത്തിനുള്ള ഉത്തരം നിങ്ങൾക്ക് ഈ വീട്ടിൽ കിട്ടും. 5 അടയാളങ്ങൾ ഞാൻ പറയും. ഇത് നിങ്ങളുടെ പാർട്ട്ണറിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു കാരണവശാലും ഒരു എഫേർട്ട് എടുക്കേണ്ടി വരില്ല. അവർ നിങ്ങളെ വിട്ട് പോവില്ല. അത്രക്കും സിൻസിയാരിറ്റി ഉള്ള ആളുകളിൽ മാത്രം കണ്ടുവരുന്ന പ്രധാനപ്പെട്ട 5 സയൻസാണ് പറയുന്നത്. 5 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ കേൾക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങൾ വീഡിയോ അവസാനമാകുമ്പോഴേക്കും നമുക്ക് പറയാം. സോ ലെറ്റ്സ് ഗോ. നമ്പർ 1, നമ്മളെല്ലാ ആളുകളും എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുമോ? ഇല്ല. 75% നമ്മൾ സാഡായിരിക്കും. എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് നമ്മൾ മൂഡ് ഓഫ് ആയിരിക്കും. നമ്മുടെ മൈൻഡ് ഒന്നും ശരിയായിരിക്കില്ല. ഒന്നുകിൽ വീട്ടിൽ പ്രോബ്ലംസ്, ഫിനാൻഷ്യൽ ഇഷ്യൂസ്, ഒരുപാട് പ്രോബ്ലംസ് നമ്മുടെ മനസ്സിൽ, ഫ്യൂച്ചറൊക്കെ ആലോചിച്ചുള്ള ടെൻഷൻ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവും. ഇങ്ങനെ ഉണ്ടാകുമ്പം നമ്മളുടെ അടുത്ത് ആ ഒരാൾ, നമ്മുടെ പാർട്ട്ണർ നല്ല രീതിയിൽ മെൻ്റൽ വിഷമത്തിലിരിക്കുന്ന ഒരാളാണെങ്കിൽ, നമ്മളുടെ അടുത്ത് ചൂടാവുന്നുണ്ടെങ്കിൽ, നമ്മുടെ അടുത്ത് ദേഷ്യപ്പെട്ട് ഉടനെ തന്നെ വന്നിട്ട് സോറി അറിയാണ്ട് ദേഷ്യപ്പെട്ട് പോയതാ, സോറി എന്നോട് ക്ഷമിക്കുക, അത് ആ ഒരു സിറ്റുവേഷനിൽ അറിയാണ്ട് പറഞ്ഞു പോയത്, എനിക്ക് എൻ്റെ അവസ്ഥ അറിയാലോ, ഇങ്ങനെ പറയുന്ന ആളുകളും അതേപോലെ തന്നെ ഇല്ല എനിക്കൊന്നും പറയാനില്ല, വേറെ എന്താ, നീ പറ, എൻ്റെ മൈൻഡ് ശരിയല്ല, നീ പറ, ഞാൻ പിന്നെ വിളിച്ചാൽ മതിയോ, ഒരു താല്പര്യം അവർ കാണിക്കില്ല. എന്നാൽ അവർ ഫോൺ വെക്കാനും സമ്മതിക്കില്ല. അവരെന്നിട്ട് നീ ഫോൺ വെക്കൊന്നും വേണ്ട, നീ എന്തെങ്കിലും പറ. ഇനി നിങ്ങൾ ഫോൺ വെച്ച് പോയാൽ തന്നെ വീണ്ടും അവർ വിളിച്ചിട്ട് എടാ നീ പറ അവരുടെ മൈൻഡ് ഒട്ടും റിലാക്സ്ഡ് ആയിരിക്കില്ല. പക്ഷേ എന്നാലും നിങ്ങളുടെ ജസ്റ്റ് കേൾക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ നിന്ന് ഇരിക്കാനൊക്കെ അവർ കൂളായിട്ട് ആഗ്രഹിക്കുന്നതിൻ്റെ ഒരു സൈനാണത്. അവരുടെ സ്വഭാവം അങ്ങനെയായിരിക്കും. വേറെ സീരിയസ് ആയിട്ടാണ് സ്നേഹിക്കുന്നതെങ്കിൽ അവർക്കൊരിക്കലും നിങ്ങളുടെ അടുത്ത് എത്ര മൈൻഡ് ശരിയില്ലെങ്കിൽ സ്കിപ്പ് ആവാൻ തോന്നില്ല. വീണ്ടും നിങ്ങളുടെ അടുത്ത് തന്നെ വരും. ചിലപ്പം പറയട്ടെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം, അപ്പം തന്നെ വിളിച്ചിട്ട് ചിലപ്പോൾ കരയാം. അങ്ങനെ നിങ്ങളുടെ അടുത്തൊക്കെ കരയുന്ന ആളുകളാണെങ്കിൽ അതും വളരെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള ഒന്നാമത്തെ പോയിൻ്റിൽ തന്നെ എടുത്ത് പറയാൻ കാര്യം, ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നൊരു ഭാഗ്യമല്ല കേട്ടോ. ഒരാളുടെ അടുത്തും പെട്ടെന്ന് കിട്ടുന്നൊരു ഭാഗ്യമല്ല. ഇനി അവർ ചീറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവർക്ക് നിങ്ങളുടെ സീരിയസ് ലവ് അല്ല എന്നുണ്ടെങ്കിൽ നേരെ ഓപ്പോസിറ്റാണ് നടക്കുക. അതായത് കരയത്തില്ല, നിങ്ങളുടെ സംസാരിക്കാൻ താല്പര്യം കാണിക്കില്ല, വഴക്കിട്ട് അപ്പം തന്നെ പോകും, പിന്നെ വന്ന് സോറി ഒന്നും പറയില്ല. നീ വേണമെങ്കിൽ എന്നെ മനസ്സിലാക്കണം, നീ മനസ്സിലാക്കി മാത്രം കൂടെ എല്ലാത്ത ഒരാളെൻ്റെ കൂടെ നിൽക്കണം, എനിക്ക് യാതൊരു നിർബന്ധമില്ല എന്നൊക്കെ പറഞ്ഞ് പോവും. പിന്നെ വരില്ല, നല്ല ഗ്യാപ്പ് അവിടെ വരും. സോ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ പോയിൻ്റ്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത് കേട്ടോ. രണ്ടാമത്തെ പോയിൻ്റ് നോക്കാം. രണ്ടാമത്തെ പോയിൻ്റ് പൊസസീവാണ്. പക്ഷേ നമ്മൾ നോർമലി കാണുന്ന പൊസസീവ് അല്ല. കാരണം പൊസസീവ് നമുക്ക് എല്ലാവർക്കും അഭിനയിക്കാൻ പറ്റും ഗൈസ്. സിമ്പിളായിട്ട് ഞാൻ പറയട്ടെ, നമുക്ക് അഭിനയിക്കാൻ പറ്റും, സീരിയസ്ലി പറ്റും നമുക്ക് അഭിനയിക്കാനായിട്ട്. പറ്റത്തില്ലേ പൊസസീവ്? നമ്മളൊരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ എന്നോട് സംസാരിക്കുന്നൊക്കെ പറഞ്ഞ പൊസസീവ് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നൊരു കാര്യമാണ്. പൊസസീവ് എന്ന് പറയുന്ന കാര്യം ശരിക്കും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന ചില പോയിൻറ്റുകളുണ്ട്. നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ കൂടുതലായിട്ട് ഒരാളെ ഇടപഴകുന്ന കാണുമ്പം ഇവർ ആദ്യം ഒന്നും പറയില്ല. കുറച്ച് കഴിയുമ്പോൾ എടാ അതെന്താ അവൻ നിൻ്റെ അടുത്ത് അല്ലെങ്കിൽ അവൾ നിൻ്റെ അടുത്ത് കൂടുതലായിട്ട് ഇടപഴകുന്നത്, എനിക്കൊന്നും ഇഷ്ടമൊന്നുമില്ല കേട്ടോ, നീ ഒന്ന് ശ്രദ്ധിക്കണം, എനിക്ക് നിന്നെ വിശ്വാസമാണ് പക്ഷേ അവനെ വിശ്വാസമില്ല അല്ലെങ്കിൽ അവളെ വിശ്വാസമില്ല കേട്ടോ. ടോക്സിക് ആയിരിക്കില്ല, നിങ്ങൾക്ക് ഒരിക്കലും അത് ഹേർട്ടാവില്ല. വളരെ സത്യസന്ധമായിട്ട് നിങ്ങൾക്കത് ഫീൽ ചെയ്യും അവരെന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം. കൂടുതലായിട്ട് ഇത് വേണ്ട, എനിക്കെന്തോ ഒരു പേടി, എന്നെ വിട്ട് പോരില്ലല്ലേ, എനിക്ക് നീളൂ കേട്ടോ, ഇങ്ങനെയൊക്കെയുള്ള സാധനം ആ പൊസസീവ് ഉള്ളിലുണ്ടാകും. അതായത് അവരുടെ ഉള്ളിൽ നിങ്ങൾ അവരോട് സംസാരിക്കുന്നതൊക്കെ അവർക്ക് വിഷമമാണ്, അല്ലെങ്കിൽ വേറെ ആളുടെ അടുത്തൊക്കെ സംസാരിക്കുന്നവർക്ക് കുറച്ച് പൊസസീവ് ആകുന്ന കാര്യമാണ്. പക്ഷേ അവർ അതേപ്പറ്റി കൂടുതലായിട്ടൊരു എക്സ്പ്ലനേഷൻ വരും, അതായത് അതേപ്പറ്റി കൂടുതൽ കമ്മ്യൂണിക്കേഷൻ വരും. ആ ഒരു കമ്മ്യൂണിക്കേഷൻ വരാണ്ട് ചുമ്മാ നമുക്ക് എല്ലാവർക്കും അഭിനയിക്കാൻ പറ്റും, നീ ഇതിന് അവരോട് സംസാരിക്കുന്നത് എനിക്കൊന്നും ഇഷ്ടപ്പെടില്ല കേട്ടോ, ഒരാളെ സ്റ്റാറ്റസ് അങ്ങനെ ഉണ്ടോ കേട്ടോ. അങ്ങനെ നോർമലായിട്ട് സിമ്പിളായിട്ടൊരു പൊസസീവ് അല്ലാതെ അവരുടെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടാവും. ഇനി നിങ്ങൾ ഒരുമിച്ചാണ് നിൽക്കുന്നതെങ്കിൽ കൂടുതലും നിങ്ങളുടെ കൈ പിടിച്ച് നടക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളൊരു ബീച്ചിലോ അല്ലെങ്കിൽ അറൗണ്ട് വേറെ എന്തെങ്കിലും നിൽക്കുകയാണെങ്കിൽ നിങ്ങളെ ചേർത്ത് പിടിച്ച് നടക്കാവുന്നൊരു സംഭവമുണ്ട്. ഒരു കൈ മൊത്തമായിട്ട് നമ്മുടെ കൈക്കുള്ളിലാക്കിയിട്ട് നടക്കുന്നൊരു സംഭവമുണ്ട്. അങ്ങനെ നടക്കുക, അല്ലെങ്കിൽ നമ്മളെ ജസ്റ്റ് എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ നമ്മുടെ ഷോൾഡറിൽ ഇങ്ങനെ തല വെച്ചിരിക്കുക, അല്ലെങ്കിൽ അവർ കൂടുതൽ നമ്മുടെ കയ്യിൽ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ ഒരു സംഭവം സിൻസിയാരിറ്റി ലെവൽ മാത്രം കണ്ടുവരുന്നൊരു കാര്യം. ഇത് അഭിനയിക്കുന്ന ഒരാൾക്കാരാണെങ്കിൽ എങ്ങനെ മനസ്സിലാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ പറയുക, ഇവർ ജസ്റ്റ് ഇങ്ങനെ കൈ പിടിച്ച് നടക്കുന്നതൊക്കെ തന്നെ പെട്ടെന്ന് സ്കിപ്പാവും. കൈ പിടിച്ചുകൊണ്ട് നടക്കുമ്പോൾ തന്നെ പെട്ടെന്ന് മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഫോണിൽ വേറെ കോൾ വന്ന് അതിൽ അറ്റൻഡ് ചെയ്ത് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. കാരണം നമ്മുടെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരാളെ സ്നേഹിക്കുകയാണെങ്കിൽ ഫോണൊക്കെ അവിടെ മാറ്റി വെച്ച് വേറെ കോളൊന്നും ഒന്ന് എടുക്കാണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ ജസ്റ്റ് പറയാം ഒരു കോളിൻ്റെ ഒരു അർജൻറ്റാണ്, ഒരു മിനിറ്റ് എന്നിട്ട് അങ്ങനെ കോൾ എടുത്ത് അത് കട്ട് ചെയ്തിട്ട് ബുദ്ധിമുട്ടാകും. നമ്മളൊരു പ്രത്യേക കെയറിങ് ആയിരിക്കും, ഒരു പ്രത്യേക സ്പേസ് നമുക്ക് എപ്പോഴും തരും. ഒരു
കംഫേർട്ട് സ്പേസ് കിട്ടും. നമുക്കൊരു അൺകംഫേർട്ട് സ്പേസും ഉണ്ട്, കംഫേർട്ട് സ്പേസും ഉണ്ട്. അൺകംഫേർട്ടബിൾ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിനുള്ളിൽ തന്നെ നമുക്കൊരു കുടുങ്ങിയ പോലെ ഫീൽ ചെയ്യും. അല്ലെങ്കിൽ അവർ നമ്മുടെ ഉള്ളിൽ എന്തോ മറച്ചു വെക്കുന്നുള്ള ഫീൽ ചെയ്യും. അത് കോൾ വരുമ്പോൾ കുറച്ച് ദൂരോട്ട് മാറി നിന്ന് കോൾ ചെയ്യുക. ഇപ്പം നമ്മളെത്രയോ നമുക്ക് വെയിറ്റ് ചെയ്യിപ്പിക്കുന്നൊരു സിറ്റുവേഷൻസ് വരും. എന്നാൽ അതിലൊന്നും അവർ സോറി ഒന്നും പറയത്തില്ല. എന്നിട്ട് നിനക്ക് തിരക്കുണ്ടോ? തിരക്കൊന്നുമില്ലല്ലോ, എന്നാൽ കുഴപ്പമൊന്നുമില്ല, ആ ഒരു മൈൻഡായിരിക്കും. പിന്നെ ഇപ്പോൾ നിങ്ങൾ ഒരുമിച്ച് ഒരു കോഫി കുടിക്കുമ്പോഴും നിങ്ങളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കാതെ വേറെ എവിടെയെങ്കിലുമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക, ഫോൺ നോക്കിക്കൊണ്ടിരിക്കുക. ഒന്ന് പോവല്ലേ നമുക്ക് കാശ് കഴിഞ്ഞാൽ അവരുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകും. നിങ്ങൾക്ക് തന്നെ തോന്നും ഇത് വന്നിട്ട് ഇതെന്തൊരു ബെസ്റ്റ് മെമ്മറബിൾ ആയിട്ടുള്ള ഒന്നും ഇല്ലല്ലോ ഇതിൽ. കാരണം നിങ്ങൾക്കൊരു അൺകംഫർട്ടബിൾ സ്പേസ് ആയിരിക്കും അവിടെ ഉണ്ടാവുക. അപ്പോൾ ഈ അൺകംഫർട്ടബിൾ സ്പേസും കംഫർട്ടബിൾ സ്പേസും മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. അതാണ് നമ്മുടെ രണ്ടാമത്തെ പോയിൻറ്റ്. മൂന്നാമത്തെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരുടെയും റിലേഷൻഷിപ്പിലും ഉണ്ടെങ്കിൽ അത് ഭാഗ്യമാണ്. നല്ലൊരു വഴക്കുണ്ടാവുക. അതായത് ഭയങ്കര ബ്രേക്കപ്പ് ലെവൽ, അതായത് നിർത്തുക, ഇതെനിക്ക് എന്നെക്കൊണ്ട് പറ്റൂല, അത് ഞാൻ കുറേ തവണ സഹിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങേയറ്റുള്ളൊരു വഴക്ക്. അപ്പോൾ ആ കോളിൽ തന്നെ അത് സോൾവ് ആവുന്നു. ആ ഒരു കോളിൽ തന്നെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കരഞ്ഞിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്തിട്ട് ഫോൺ വെക്കില്ല, ഇത് കട്ട് ചെയ്ത് പോലും വീണ്ടും വിളിക്കും. എനിക്കത് അതിനെ പറ്റിയൊന്നും പറയാനില്ലെന്നൊക്കെ വീണ്ടും വിളിക്കും. കാരണം അവർക്ക് വിട്ടു പോകണമെന്നില്ല. അവർ കൃത്യമായിട്ട് എന്തെങ്കിലും വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പൊട്ടിത്തെറിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഭയങ്കര ദേഷ്യമായിട്ട് അപ്പോൾ തന്നെ സോൾവ് ചെയ്യുന്നു. അല്ലെങ്കിൽ പോട്ടെ ഇങ്ങനെ ഉണ്ടാവണ്ട, അതിങ്ങനെ ചെയ്തുകൊണ്ട് എനിക്ക് ദേഷ്യം വന്നു, അല്ലാണ്ട് വേറെ ഒന്നും കൊണ്ടല്ലോ. കാരണം സിൻസിയർ ലെവലിൽ ദേഷ്യമൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ദേഷ്യം വരുന്നു, അപ്പം തന്നെ അത് സോർട്ട് ഔട്ട് ചെയ്യുന്നു, അപ്പം തന്നെ അത് സോൾവ് ചെയ്ത് വീണ്ടും മുമ്പോട്ട് പഴയ പോലെ അടിപൊളിയായിട്ട് നിൽക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതൊരു സീരിയസ് റിലേഷൻഷിപ്പിൽ മാത്രമുള്ള ഒരു കാര്യമാണ്. നാലാമത്തെ പോയിൻ്റാണ് കമ്പയറിങ്. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ ചിന്തിക്കുക കമ്പയർ ചെയ്യുന്നത് സീരിയസ് ലെവലുള്ള സാധനമല്ല. അതായത് അവളെ കണ്ടുപിടിക്കുക, അവനെ കണ്ടുപിടിക്കുക, ആ സാധനമല്ല ഞാൻ ഉദ്ദേശിച്ചത്. കമ്പയറിങ് വേറെ രീതിയിലും കൂടിയുണ്ട്. അതായത് നമ്മൾ സ്നേഹിക്കുന്ന പാർട്ട്ണർ അടുത്തൊന്നും നമുക്ക് സ്നേഹം കിട്ടാതെ വരിക ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് സ്നേഹം കിട്ടാണ്ട് വരുമ്പോൾ സീരിയസ് ആയിട്ടുള്ള സ്നേഹിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ചെറിയൊരു വട്ട് വരും. അതായത് അവർ പരാതി പറയും, എന്താ എന്നോട് സ്നേഹിക്കാത്തത്, നീ ഇപ്പോൾ പഴയ പോലെ സ്നേഹിക്കുന്നില്ല, അതുകൊണ്ട് അവരിങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും, എന്താ നിനക്ക് സ്നേഹിച്ചു കഴിഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ പറയും. അതായത് നിങ്ങൾ വീണ്ടും അവരുടെ ലൈഫിലേക്ക് പഴയ പോലെ ആവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ മണ്ടത്തരങ്ങളും അവർ കാണിച്ചു കിട്ടും. അത് നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. ചിലപ്പോൾ വേറൊരാളുടെ കൂടെ നിന്ന് സ്റ്റോറി ഇടുക, ഇപ്പം ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്ന വേറൊരാളുടെ കൂടെ നിന്ന് സ്റ്റോറി ഇടുക, ഷോൾഡറിലൊക്കെ കൈയിട്ടിട്ട്, അപ്പം നമ്മൾ വിചാരിക്കും നമുക്ക് പോസസീവ് ആവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ തേങ്ങ അവർ ചെയ്യും. ഇന്നൊരു പെണ്ണെന്നെ പ്രപ്പോസ് ചെയ്തില്ലെങ്കിൽ ഇന്നൊരു പയ്യനെന്നെ പ്രപ്പോസ് ചെയ്ത്, ഇങ്ങനെ പറഞ്ഞ് നിങ്ങളുടെ ഉള്ളിൽ വിഷമങ്ങളും ഹേർട്ടും അടി ഉണ്ടാക്കാനുള്ള പോസിറ്റീവ് ഉണ്ടാക്കാനുള്ള എല്ലാം വാങ്ങാണ്ടി അവരെടുത്തിരുന്നുണ്ടാവും. അങ്ങനെ പോകും. എന്നിട്ട് എനിക്ക് എന്നെ സമയത്തോട് സംസാരിക്കാൻ സമയമൊന്നുമില്ലല്ലോ, അത് എനിക്കിപ്പോൾ എല്ലാ ദിവസവും എന്നെ വിളിച്ചെണ്ണിപ്പിക്കുന്നത് ഇവളാണെങ്കിൽ ഇവനാണ് എന്നെ എപ്പോഴും വിളിച്ചെണ്ണിപ്പിക്കുന്നത്, ഇവനൊക്കെ ഭയങ്കര കെയറിങ്ങാണ്, ഭയങ്കര സപ്പോർട്ടാണ് ഇതൊക്കെ പറഞ്ഞ് നിങ്ങളെ പോസസീവ് അടിക്കാനുള്ള അങ്ങേറ്റത്. അവസാനം നിങ്ങൾക്ക് ടെമ്പററി നിങ്ങൾ പറയും ഇനി അവനോട് മെസ്സേജ് അയക്കണം, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവസാനം നിങ്ങൾ വരും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇവരിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു കമ്പയറിങ് പോലത്തെ ഒരു സംഭവം ഇവിടെ നടക്കും. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലുണ്ടോ, ദെൻ യു ലക്കി. അതൊരു സീരിയസ്. കാരണം നിങ്ങളുടെ സ്നേഹം കുറയുന്നൊക്കെ അവർ നോട്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അത്രത്തോളം നിങ്ങളുമായിട്ടുള്ള പ്രണയത്തിൽ ഭയങ്കര വാല്യൂബിൾ കൊടുക്കുന്ന ഒരാളായിരിക്കണം. ഓക്കെ, അഞ്ചാമത്തെ പോയിൻ്റായിട്ട് പറയാനുള്ളതാണ് സിമ്പിളായിട്ട് സാധനമാണ് ബ്ലോക്ക് ചെയ്യുക, അൺബ്ലോക്ക് ചെയ്യുക. ബ്ലോക്ക് ചെയ്യുക, അൺബ്ലോക്ക് ചെയ്യുക. നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നു, കുറച്ച് തന്നെ അൺബ്ലോക്ക് ചെയ്യുന്നു. ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അൺബ്ലോക്ക് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ബ്ലോക്ക് ചെയ്ത് പോകണം, വീണ്ടും വന്ന് അൺബ്ലോക്ക് ചെയ്യുന്നു, എന്തെങ്കിലും പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ബ്ലോക്ക് ചെയ്ത് പോകുന്നു. ഇങ്ങനെയുള്ള ആളുകളുണ്ടല്ലോ. അതായത് സീരിയസ് ആയിട്ട് സ്നേഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ കൂടുതൽ വഴക്കുണ്ടെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നിൽക്കുക. സീരിയസ് ആയിട്ടുള്ള സ്നേഹിക്കാത്ത ആൾക്കാരാണെങ്കിൽ ഒന്നും സംസാരിക്കാൻ നിൽക്കില്ല. വഴക്കുണ്ടെങ്കിലും ഒന്നും പറയില്ല, ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ തവട്ട അങ്ങ് പോയി, അല്ലെങ്കിൽ അതേപ്പറ്റി ഒന്നും സംസാരിക്കാൻ നിൽക്കില്ല. ചിലപ്പോൾ സീൻ ചെയ്തിട്ട് പോലും റിപ്ലൈ ഇല്ല, ഒരു താല്പര്യം അവർ കാണിക്കില്ല. അവർ നീ എന്ത് വേണമെങ്കിൽ ചെയ്യുന്നുള്ള മൈൻഡിലൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ബ്ലോക്ക് ചെയ്ത് അൺബ്ലോക്ക് ചെയ്ത ആൾക്കാരൊക്കെ നമ്മൾ കൂടുതലും കണ്ടിട്ടുള്ളത് സീരിയസ് റിലേഷൻഷിപ്പിൽ മാത്രമാണ് കേട്ടോ കണ്ടിട്ടുള്ളത്. അവർക്ക് നമ്മൾ വിട്ടു പോകാൻ പറ്റാണ്ട് ഇങ്ങനെ അവിടെ തന്നെ കുടുങ്ങിക്കിടക്കുന്ന ചിലരാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇനി എന്തൊക്കെ വീഡിയോ ആണെന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എൻ്റെ എല്ലാ വീഡിയോസും ഞാൻ മാക്സിമം ഡെയിലി രാത്രി ഒരു 8 മണിയാകുമ്പോൾ അപ്ലോഡ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. നിങ്ങളുടെ കൂടുതൽ സപ്പോർട്ട് ഉണ്ടായിരിക്കണം. സോ ബൈ.